ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ആദ്യം നെയ്യാറ്റിൻകര കൊടങ്ങാവിളയിൽ യുവാവിനെ വെട്ടിക്കൊന്നു. 23 വയസ്സുള്ള ആദിത്യൻ എന്ന യുവാവാണ് കൊല്ലപ്പെട്ടത്. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കം എന്നാണ് സൂചന. അലക്സ് റാം മുഹമ്മദുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ, ദാരുണമായ സംഭവമാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര കൊടുങ്ങാവിളയിൽ ഉണ്ടായിരിക്കുന്നത്. 7 മണിയോടുകൂടിയാണ് ഈ സംഭവം. പത്താങ്കൽ എന്ന് പറയുന്ന പ്രദേശത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ആളാണ് ഈ മരിച്ച 23 വയസ്സുകാരനായ ആദിത്യൻ. ഇദ്ദേഹത്തിന്റെ സ്വദേശം ഊരൂട്ടുകാലയാണ്, സ്വന്തം സ്വദേശം ഊരൂട്ടുകാലയാണ് എന്ന് പറയപ്പെടുന്നു. ഇദ്ദേഹം പത്താങ്കലിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. ഇദ്ദേഹം ഒരു അമരവിളയിലെ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ കളക്ഷൻ ഏജന്റാണ് ഈ ആദിത്യൻ. ഇതിൽ പ്രധാനമായി പോലീസ് പറയുന്നത്, കഴിഞ്ഞ ദിവസം നെല്ലിമുട് പാട്യാക്കാലയിൽ വെച്ച് ജീവൻ എന്ന പേരുള്ള ഒരു യുവാവുമായി ഒരു വാക്കുതർക്കം ഉണ്ടായിരുന്നു. അത് ഏതോ വാഹനം പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് വിഷയം ഉണ്ടായിരുന്നത്. അതായത് ഈ പണമിടപാട് സ്ഥാപനവുമായി ബന്ധപ്പെട്ട വിഷയമാണത്. അതിനെ തുടർന്നാണ് ഇന്ന് ഒരു സംഘം ആളുകൾ ഈ കൊടുങ്ങാവിളയിലേക്ക്, അതായത് 4 പേർ അടങ്ങുന്ന ഒരു സംഘം ഒരു ആൾട്ടോ കാറിലും ഒപ്പം ഒരാൾ ബൈക്കിലുമായി ഈ കൊടുങ്ങാവിളയിലെത്തി ആദിത്യനെ താൻ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്നും വിളിച്ച് കൊടുങ്ങാവിളയിലേക്ക് എത്തിച്ചത്. ആദിത്യൻ എത്തുമ്പോൾ തന്നെ ഇവർ ആക്രമിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഈ പ്രതികളെ ഒന്നും പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പോലീസ് ഇവർക്ക് വേണ്ടി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ആദിത്യന്റെ മൃതദേഹം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലാണ്. മറ്റ് കാര്യങ്ങൾ, അതായത് ഈ ആദിത്യന്റെ സുഹൃത്തുക്കൾ പറയുന്ന മറ്റൊരു കാര്യം, ഈ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ഉടമയുമായി ആദിത്യനും വാക്കുതർക്കം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാണെങ്കിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട വിഷയം അന്വേഷിക്കുകയാണ്. എന്താണ് ഈ ആക്രമണത്തിലേക്കും ഈ കൊലപാതകത്തിലേക്കും നയിച്ചതെന്ന് പോലീസ് വിശദമായി അന്വേഷിക്കുകയാണ്. ഈ പ്രതികളെ ആരെയും പിടികൂടിയിട്ടില്ല. ഇപ്പോഴും നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലാണ് ആദിത്യന്റെ മൃതദേഹമുള്ളത്. ശരി, അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.